എന്നാലും എൻ്റെ സരസു 1984 ചാക്കോ വധക്കേസ്. സുകുമാരക്കുറുപ്പ് തൻ്റെ പേരിലുള്ള 8 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ചാക്കോയെ ഒരു അംബാസഡർ കാറിൽ ഇട്ട് കത്തിച്ചു. മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കുന്നം പാടത്ത് വെച്ചാണ് ഈ അംബാസഡർ കാറ് കുറുപ്പും സംഘവും കത്തിച്ചത്. അതിനുശേഷം അയാൾ മുങ്ങിയല്ലോ. പിന്നീട് പല തരത്തിലുള്ള വാർത്ത കുറുപ്പിനെ കുറിച്ച് വരികയും പലതരത്തിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ആവർത്തിച്ച് വരികയും അതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അത്തരത്തിലുള്ള ഒരു ബൂമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഈ ഒരു ട്രെൻഡ് അങ്ങ് മാറും. അപ്പോൾ ഇത് പുറത്തുവിട്ട ചാനലുകൾ ഇപ്പോൾ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ചാനലുകളുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി അക്ബറാണ്. അദ്ദേഹം മാവേലിക്കരയിലെ SI ആയിരുന്നു. അപ്പോൾ മാവേലിക്കര സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഈ കുന്നം എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ ഈ ക്രൈം നടന്ന പ്രദേശം മാവേലിക്കര സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അദ്ദേഹവും ശ്യാംജി എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോട് ചേർന്നാണ് ഇത് അന്വേഷിക്കുന്നത്. 2017 അന്നത്തെ ADGP ആയിരുന്ന നിതിൻ അഗർവാൾ ആണ് ഇവരെ ചുമതലപ്പെടുത്തിയത്. അതായത് അലി അക്ബറിനെയും ശ്യാംജിയെയും ഈ കേസ് സുകുമാരക്കുറുപ്പ് എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കാൻ വേണ്ടി രണ്ടുപേരെയും ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും അന്വേഷിച്ചു. 164ഓളം രേഖകളാണ് താൻ ശേഖരിച്ചത് എന്നാണ് അലി അക്ബർ ഇന്നലെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സുകുമാരക്കുറുപ്പ് സ്ഥിരമായി തൻ്റെ ഭാര്യയെ അടക്കം വിളിക്കുന്നുണ്ട്. അതൊരു ചൈനീസ് സിം വഴിയാണ് വിളിക്കുന്നത്. ഭാര്യയെ സരസു എന്നാണ് സുകുമാരക്കുറുപ്പ് സംബോധന ചെയ്തുകൊണ്ട് വിളിക്കുന്നത്. അങ്ങനെ ഭാര്യയുടെ കാലിലെ മുട്ടുവേദന വരെ, അതിൻ്റെ വിശേഷം വരെ സുകുമാരക്കുറുപ്പ് ഇങ്ങനെ ഫോൺ വഴി ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അലി അക്ബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്കത് തെറ്റാണോ എന്ന് തെളിയിക്കത്തക്ക വിധമുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ റിപ്പോർട്ട് പിന്നീട് പൂഴ്ത്തി എന്നൊക്കെ പറയപ്പെടുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്തിനു പൂഴ്ത്തണം? 10-40 വർഷം മുൻപ് അന്ന് വയലാർ രവി ആയിരുന്നു ആഭ്യന്തരമന്ത്രി. അദ്ദേഹം ഈ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ എന്തിനാണ് പൂഴ്ത്തുന്നത് എന്ന നിലയിലാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. ആ പ്രതികരണം കേട്ടതിന് ശേഷം മടങ്ങി വരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുകുമാരക്കുറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം പ്രചരിപ്പിച്ച ചാനൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ആ ചിത്രം എന്ന് പറയുന്നത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ദാമോദര മേനോന്റെ ചിത്രമാണ്. ദാമോദര മേനോൻ മലേഷ്യയിലാണ് ആദ്യം പോയത്. അദ്ദേഹം പൂനെയിലായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം ഈ ദാമോദര മേനോൻ ലണ്ടനിലേക്ക് പോയി. പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നു. പാലക്കാട്ട് നിന്ന് വിവാഹം കഴിച്ചു. 2 കുട്ടികളുണ്ട്. പിന്നീട് മലേഷ്യയിൽ നിന്ന് അദ്ദേഹം ബ്രൂണയിലേക്ക് പോയി. ഇപ്പോൾ ബ്രൂണയിലുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുണാകര മേനോൻ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ അദ്ദേഹം കുടുംബവുമായിട്ട് ബന്ധപ്പെടാറുള്ളൂ, നാട്ടിലുള്ള കുടുംബവുമായിട്ട് ബന്ധപ്പെടാറ്. 2000-ലാണ് അദ്ദേഹം അവസാനമായി നാട്ടിലെത്തിയതെന്നാണ് കരുണാകര മേനോൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ ഗോപി പറയുന്നതാകട്ടെ 1 മാസം മുൻപാണ് താൻ ഈ ദാമോദര മേനോനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഗോപി ഈ ദാമോദര മേനോനെ കണ്ടിട്ടില്ല, നേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മാവനെ അദ്ദേഹം കണ്ടില്ല, പക്ഷേ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം സ്ട്രെച്ചറിരിക്കുകയാണ്, കാലിനെന്തോ പരിക്ക് പറ്റി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വന്ന പ്രശ്നം, ഇന്നലെ ഈ ഒരു ഫോട്ടോ പ്രചരിപ്പിച്ച ചാനലിനെതിരായിട്ട് ഇപ്പോൾ ഈ ദാമോദര മേനോന്റെ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കയ്യിൽ കിട്ടിയത് എന്താണ് എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ ഇത്തരത്തിൽ ഈ റേറ്റിങ്ങിന് വേണ്ടി, മാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചാനൽ മത്സരത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷേ ചാടിക്കേറി ഇത്തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം, ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ അഥവാ ഈ പറയുന്ന അലി അക്ബർ പറയുന്നത് പോലെ ഈ താൻ നൽകിയിട്ടുള്ള ഈ 164ഓളം വരുന്ന രേഖകൾ, സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ, ഈ ചൈനീസ് നമ്പറിൽ നിന്നും അദ്ദേഹം ഭാര്യയായിട്ടുള്ള സരസു എന്നാണ് ഭാര്യയെ സുകുമാരക്കുറുപ്പ് സംബോധന ചെയ്യുന്നതെന്നാണ് അലി അക്ബർ പറയുന്നത്. അപ്പോൾ ഈ സരസുവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള 164ഓളം വരുന്ന രേഖകൾ പോലീസ് പൂഴ്ത്തിവെച്ചതാണോ? ആ പൂഴ്ത്തിവെച്ചതാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും കൂടി അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ ഒരുപക്ഷെ അലി അക്ബർ കള്ളം പറഞ്ഞതായിരിക്കില്ല. കള്ളം പറഞ്ഞ നമ്മൾ ആരും പറയുന്നില്ല. അലി അക്ബർ പറഞ്ഞത്
ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആരും പറയുന്നില്ല. കാരണം അതിനും ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ അക്കാര്യവും. അപ്പോൾ അലി അക്ബർ ചാനലിന് നൽകിയിട്ടുള്ള ഫോട്ടോയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കണ്ടെത്തലടങ്ങിയ രേഖയും ഒക്കെ എന്താണ്? അതാണ് ഇവിടെ വരുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം. അങ്ങനെ ഒരു റിപ്പോർട്ട്, വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിപ്പോർട്ട് അലി അക്ബർ പോലീസിന് അല്ലെങ്കിൽ തൻ്റെ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ടെങ്കിൽ, തൻ്റെ മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പിന്നീട് ആ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായിട്ടില്ല? ആ റിപ്പോർട്ട് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യം പ്രസക്തമല്ലേ? രണ്ടാമത്, ഈ ദാമോദര മേനോനെ കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതല്ലേ? അദ്ദേഹം 10-30 വർഷമായി നാട്ടിൽ നിന്ന് പോയിട്ടാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് അദ്ദേഹം കാര്യമായി ഈ നാട്ടിലുള്ള ബന്ധുക്കളുമായി വലിയ ബന്ധം പുലർത്തുന്നില്ല. അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള പെങ്ങളുടെ മകനായിട്ടുള്ള ഗോപി പറയുന്നത് അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. ഗോപി ഈ ദാമോദര മേനോനെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ദാമോദര മേനോന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ വീൽ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എങ്കിൽ പോലും നാടുമായിട്ട് അത്ര ബന്ധമില്ല, കുടുംബവുമായിട്ട് അത്ര ബന്ധമില്ല. 2000-ലാണ് വന്നു പോയത്. 26 വർഷം മുൻപാണ് അദ്ദേഹം നാട്ടിൽ വന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ദാമോദര മേനോന്റെ ഫോട്ടോ ഈ കുറിപ്പെന്ന നിലയിൽ ഈ പറയുന്ന മുൻ റിട്ടയർഡ് SI ആയിട്ടുള്ള ഈ അലി അക്ബറിന്റെ കയ്യിൽ വന്നു ചേർന്നത് എന്നതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതല്ലേ? കാരണം അവിടെയും ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ തൃശ്ശൂർക്കാരനായിട്ടുള്ള ദാമോദര മേനോന്റെ ഫോട്ടോ സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ലഭിക്കുന്നത്? ആ ദുരൂഹതയും മാറ്റേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 2 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തത വരുത്തേണ്ടത്. അലി അക്ബർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായില്ല? രണ്ടാമത്, അലി അക്ബർ നൽകിയിട്ടുള്ള ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് സുകുമാരക്കുറുപ്പിൻ്റെതാണ് എന്ന് അലി അക്ബർ അടക്കമുള്ളവർ ഉറപ്പുവരുത്തിയത്? അത് രണ്ടും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയമാണ്. എവിടെയോ കിടക്കുന്ന ദാമോദര മേനോൻ എങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് എന്ന നിലയിൽ പോലീസിന്റെ കയ്യിൽ എത്തപ്പെടുന്നത്? ആ ഫോട്ടോ എങ്ങനെ പോലീസിന് ലഭിച്ചു? എങ്ങനെയാണത് സുകുമാരക്കുറുപ്പ് ആണ് എന്ന് ഈ പറയുന്ന അലി അക്ബർ അടക്കമുള്ള അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്? അലി അക്ബറിനൊപ്പം ഉണ്ടായിരുന്നത് ശ്യാംജി എന്ന് പറയുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അപ്പൊ ഈ 2 പേരും ഇതെങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? ഈ ഫോട്ടോ സുകുമാരക്കുറുപ്പിൻ്റെതാണ്. ഒരു കാറിന്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ആണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതായിരിക്കണം പോലീസിന്റെ അടുത്ത നടപടി. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞതുപോലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് വെങ്കടേഷിന് നിർദ്ദേശം നൽകി അടിയന്തരമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അന്വേഷണ പരിധി ഈ 2 കാര്യങ്ങളും വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇതിന്റെ നിജസ്ഥിതി കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.